ജോസിൽ സെബാസ്റ്റ്യൻ റെഡിയാണ്. ജോസിൽ എവിടെയാണ് കാവ്യ? ജോസിൽ കലവറയിലായിരിക്കും. രാവിലെ തന്നെ കലവറയുടെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കലവറയിൽ നിന്നുള്ള വിവരങ്ങൾ പറയാൻ ജോസിലുണ്ട്. നമുക്ക് ജോസിലേക്ക് പോകാല്ലേ? യെസ്, ജോസിൽ സെബാസ്റ്റ്യൻ. ജോസിൽ ഇന്നലെ മുതൽ ആദ്യം തുടങ്ങിയത് കലവറയിൽ നിന്നാണ്. എല്ലാ പരിപാടികളുടെയും തുടക്കം ഭക്ഷണത്തിൽ നിന്നാണല്ലോ. ഇത്തവണ ആദ്യം തുടങ്ങിയത് കലവറയിൽ നിന്ന്. ഇന്ന് അവിടെ നിന്ന് നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താണ് അവിടുത്തെ വിശേഷം? പരിപാടികൾ, കലാപരിപാടികൾ അവിടെ തുടങ്ങിയോ? കാവ്യ, അന്ന രാവിലെ തന്നെ അപഖ്യാതി പറഞ്ഞു തുടങ്ങുകയാണോ? ഞാനിവിടെ ഭക്ഷണത്തിൻ്റെ അടുത്താണെന്നുള്ളൊരു സത്യം തന്നെയാണ്. രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് ഇവിടെ വന്ന നിമിഷം മുതൽ ഈ കലവറയുടെ പരിസരത്തൊക്കെ തന്നെ കറങ്ങി നടക്കുന്നതിന് പ്രധാന കാരണം പ്രധാനമായിട്ടും മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രുചികരമായ ഭക്ഷണം ഇന്നലെ മുതൽ ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം, അതായത് പുട്ടും കടലയും വിളമ്പി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ വിളമ്പി ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ ഭക്ഷണപ്പുരയുടെ കാര്യങ്ങളെല്ലാം ആരംഭിക്കും. ഒപ്പം തന്നെ ഉച്ചയ്ക്കത്ത് കൊടുക്കാനുള്ള ഭക്ഷണവും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ അവിയൽ ഒക്കെ ഇപ്പം തന്നെ കൂട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വാർപ്പുകളിലായിട്ട് അവിയൽ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർപ്പിലെ അവിയൽ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പച്ചടി റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വിളമ്പാനുള്ള പാലട അടക്കമുള്ള, ഇന്ന് പായസം പാലടയാണ്. ആ പാലട റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. 2 വാർപ്പുകളിലായി പാലട റെഡിയായി കിടക്കുന്നു. ഒപ്പം തന്നെ പച്ചടി റെഡിയായി കിടക്കുന്നു. അപ്പുറത്ത് മെഴുക്ക് പുരട്ടി, ഇത് അതുപോലെ തന്നെ ഇതെന്താ ഈ ഐറ്റം? സാമ്പാറിനുള്ള ഭക്ഷണം. സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ സാമ്പാർ റെഡി ആയതുകൊണ്ട് ഒപ്പം സാമ്പാറിനുള്ള ഐറ്റങ്ങൾ വേറെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പായസം ആണ് മെയിൻ. ഇന്ന് പാലട പ്രഥമൻ പായസമാണ് ഇന്നത്തെ മെയിൻ ഐറ്റം. അതുപോലെ തന്നെ രാവിലത്തെ ഇപ്പം KN ബാലഗോപാൽ മിനിസ്റ്റർ ഇവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും. അതിനുവേണ്ടി KSTAയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പാചകപ്പുര വിളമ്പൽ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നജീബിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു വളണ്ടിയർ സംഘം തന്നെ. അതിൽ അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട്, യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരും ഉണ്ട്. വളണ്ടിയർ വർക്കിനായിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. കുട്ടികൾ വന്നാൽ മതി. ഭക്ഷണം എല്ലാം റെഡി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം തന്നെ ഏതാണ്ട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയുള്ള ഭക്ഷണം എല്ലാം റെഡിയായി വെച്ചേക്കുകയാണ്. വരുന്ന കുട്ടികൾക്ക് മുഴുവൻ നല്ല ഭക്ഷണം കൊടുക്കും. ഒരു കുഴപ്പമില്ല. സമഗ്രമായ ഒരു ദൗത്യം കൂടിയാണ് ഭക്ഷണം വിളമ്പി എത്തിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ ടീമുകളെയും KSTAയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റുള്ള ഏതെങ്കിലും സംഘടനകളൊക്കെ ഇതിനോടൊക്കെ സഹകരിക്കുന്നുണ്ടോ? അല്ല, പൊതുവെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു രീതി അനുസരിച്ച് ചില ഉത്തരവാദിത്വങ്ങൾ പ്രധാനപ്പെട്ട ചില സംഘടനകൾ ഏൽപ്പിക്കുക പതിവ്. ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് KSTA ഏൽപ്പിച്ചു. ഇവിടെ മുഖ്യമായിട്ടും KSTA പ്രവർത്തകരും പിന്നെ KSTAയോട് ആഭിമുഖ്യമുള്ള യൂത്ത് സ്റ്റുഡൻ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ NCC ഉണ്ട്, സർവീസ് സംഘടനകളുടെ പ്രവർത്തകന്മാരുണ്ട്, പിന്നെ സ്റ്റുഡൻറ്റ് പോലീസ് ഉണ്ട്. അവരുടെ എല്ലാ സഹായമുണ്ട്. പൊതുവേ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ഇതൊരു കൂട്ടായ്മയാണ്. ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ മാത്രം ഒരു പ്രവർത്തനമോ വിജയമോ അല്ലാതെ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലാണ്. എല്ലാ ഓർഗനൈസേഷൻസും എല്ലാ വേദികളിലും അവരാലാകുന്ന തരത്തിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഗ്രീൻ പ്രോട്ടോകോൾ ഉൾപ്പെടെ പ്രത്യേകമായ ഒരു കമ്മിറ്റി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ച് ചേർത്ത് പറയുവാനുള്ള കാര്യം, നമ്മുടെ ജനപ്രതിനിധികൾ ഇതിൻ്റെ വിവിധ കമ്മിറ്റികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 13 സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു കമ്മിറ്റി ഗ്രീൻ പ്രോട്ടോക്കോളാണ്. ഭക്ഷണ വിതരണത്തിന് പ്രത്യേക കമ്മിറ്റിയുണ്ട്. ഇത് കലവറയിൽ നിന്ന് ആഹാരം കൊടുക്കാൻ പ്രത്യേക കമ്മിറ്റിയുണ്ട്. അതിനെല്ലാം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ് അടക്കമുള്ള ജനപ്രതിനിധികളാണ്. ആ നിലയിലാണ് നമ്മൾ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ജനകീയ പങ്കാളിത്തം ഉറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നമ്മൾ ആദ്യഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രയാസവുമില്ലായിരുന്നു. പിന്നെ പഴയിടത്തിൻ്റേതായ കൈപുണ്യം കൂടി ആയപ്പോൾ ആഹാരം കഴിച്ചവർ നല്ല ഫീഡ്ബാക്ക് ഇന്നലെ തന്നെ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി 8 മണിയോടുകൂടി ഇവിടെ എത്തും. അദ്ദേഹം ആദ്യം ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ഭക്ഷണ വിതരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കപ്പെടും. എത്ര പന്തികളിലായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്? നമ്മളിപ്പോൾ 12 റോകളാണ് തിരിച്ചിട്ടുള്ളത്. 12 റോകൾക്ക്
12 സദ്യവട്ടങ്ങളുടെ പേര് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റോയിലും 275 സീറ്റ് വീതമുണ്ട്. ആ 275 സീറ്റ് നിറയുമ്പോൾ അവിടെ വിളമ്പും, ഇരുത്തി ഇലയിട്ടാണ് 3 നേരവും വിളമ്പി കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ ഈ വിളമ്പുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ KSTയുടെ ഭാരവാഹിയായ ഈ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ പറഞ്ഞതുപോലെ തന്നെ 12 ഡ്രോകൾ, അതായത് 12 പന്തികളിലായിട്ടാണ് വിളമ്പുന്നത്. അവിടെ ഇത്തരത്തിൽ ഓരോ ഭക്ഷണത്തിൻ്റെയും പേരുകളാണ് ഓരോ പന്തിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് കൃത്യമായി ഓരോ പന്തിയിലും വിളമ്പാനുള്ള ആളുകളെയെല്ലാം കൃത്യമായി കാലേക്കൂട്ടി തന്നെ തീരുമാനിച്ച് അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി, രാവിലെ പുട്ടും കടലയുമാണ്, അത് കൊടുക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതിന് വിളമ്പാനുള്ള ആളുകളെ എല്ലാം ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. 8 മണിക്ക് തന്നെ ഇവിടെ ഭക്ഷണം വിളമ്പാൻ, ഇവിടെ രാവിലത്തേക്കുള്ള ഭക്ഷണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വാഴയിലയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. ഒപ്പം തന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ ഗ്ലാസ്സോ പേപ്പർ ഇലയോ ഒന്നും ഉപയോഗിക്കാതെ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പച്ച വാഴയിലയിൽ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും പ്രകൃതി സൗഹാർദ്ദപരമായും അതുപോലെ തന്നെ ഏറ്റവും രുചികരവുമായും ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു.